ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ശ്രീ പ്രസാദ് കിരൺ. സോ ഈ ടീമിൽ ASP അണ്ടർ ട്രെയിനി അഞ്ജലി ഭാവന, ഇൻസ്പെക്ടർ SHO മുരുകൻ, ആൻഡ് അവിടെ ഹൈദരാബാദിൽ പിടിച്ചിട്ടുള്ള ടീമിൽ SI ശ്രീലാൽ, ASI റോണി, ASI സലീം, CPO ഗാവൂസ് അത്ര പേരുണ്ടായിരുന്നു. സോ വളരെ നല്ല രീതിയിൽ അവിടെ പോയിട്ട് ഈ പ്രധാനപ്പെട്ട ഇന്റർമീഡിയറി ബ്രോക്കർക്ക് അവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. സോ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ക്യാച്ചാണ്. ഇയാൾ വിജയവാഡയുടെ നേറ്റീവാണ്, വിജയവാഡ സ്വദേശിയാണ്. സോ നല്ല അച്ചീവ്മെൻ്റ് ആണ് ഈ കേസിൽ. ഇപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ്സ് കുറേ നമുക്ക് ഇൻഫർമേഷൻ ഈ ആളിനെ ചോദ്യം ചെയ്തിട്ട് നമുക്ക് കിട്ടും. പ്രതാപൻ, ബൽറാം രാമപ്രസാദ് കോണ്ട. I will tell you the spelling. ഇയാൾ ഈ എല്ലാ ഡോണേഴ്സ്മാരൊക്കെ ഇത് ഫേസ്ബുക്ക് പേജസ് വരീനെ പിന്നെ ഓൺലൈൻ വരീനെ സെർച്ച് ചെയ്തിരുന്നു. അത് അവർക്ക് ഓൺലൈൻ വരീനെ ഇത് സെർച്ച് ചെയ്തിട്ട് then he would induce them to become a donor, and after that ഈ ഡോണേഴ്സ്മാരൊക്കെ ഈ എല്ലാ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിദേശ് പോകാൻ വേണ്ടി. അവിടെ വിദേശയിൽ മേജർ ഹോസ്പിറ്റലിൽ ഈ എല്ലാ സർജറീസ് നടത്തിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. നിരവധി പേരുണ്ട്, നിരവധി. അത് നമ്മൾ അന്വേഷിക്കുന്നു വിക്ടിംസുമായി ബന്ധപ്പെട്ട. സോ ഇതുവരെ കേരളത്തിൽ ജസ്റ്റ് ഒരു വിക്ടിം മാത്രം ഐഡൻറ്റിഫൈഡ് ആണ്. ബാക്കി എല്ലാ വിക്ടിംസ്മാരെ പിന്നെ മാക്സിമം ഡോണേഴ്സ്മാരെ ഇത് ഹൈദരാബാദ് ബേസ്ഡ് ആണ്. ഹൈദരാബാദ് കുറച്ച് 2-3 ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നാണ്. സോ മാക്സിമം ഡോണേഴ്സ്മാരെ ഇത് ഹൈദരാബാദ് പിന്നെ ചെന്നൈ ആ സ്റ്റേറ്റിൽ. പിന്നെ നമ്മുടെ കേരളത്തിൽ ജസ്റ്റ് ഒരാൾ മാത്രമാണ് ഇത് നമുക്ക് കിട്ടുന്നത്. BALLAM ബല്ലം, കോണ്ട KONDA, രാമപ്രസാദ് RAMAPRASAD, പ്രതാപൻ എലിയാസ് പ്രതാപൻ. ഇയാൾ നേരിട്ട് കുറച്ച് ചെറിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം കഴിഞ്ഞ 3-4 വർഷം നിന്ന് ആക്റ്റീവ്ലി ഈ റാക്കറ്റിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ആദ്യം ഇയാൾ കുറച്ച് സ്വന്തം ഡോണർ പോലെ പോകാൻ വേണ്ടി കുറച്ച് ട്രൈ ചെയ്തു. പക്ഷേ ഇയാൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡയബറ്റിക് ആണ്. സോ അതുകൊണ്ടാണ് ഇയാൾ റിജക്റ്റ് ആയിരുന്നു. സോ ആ സമയത്ത് പിന്നെ ഇയാൾ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് മുതൽ ഈ കുറേ ഫേസ്ബുക്ക് പേജസിൽ ഓൺലൈൻ വരീനെ കുറേ ആൾക്കാർക്ക് ഇത് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഈ മാക്സിമം ആൾക്കാർ കേരളത്തിൽ പുറത്തുള്ള ആളാണ്. മാക്സിമം ഹൈദരാബാദ് പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ്. അത് നമ്മൾ എല്ലാ പക്ഷേ ഈ ആൾ ഏറ്റവും നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ മീഡിയേറ്റർ ഈ ആളാണ്. എല്ലാ നടപടി സ്വീകരിച്ചു. അത് പറയാൻ പറ്റിയിട്ടില്ല, ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. പക്ഷേ ഗവൺമെൻറ് എല്ലാ നടപടി ഓൾറെഡി സ്വീകരിച്ചു. ഏകദേശം 6 ലക്ഷം 7 ലക്ഷം ആ റേഞ്ച്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ അന്വേഷിക്കും. ഇതുവരെ നമുക്ക് പരാതിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഐ മീൻ ദാറ്റ് വിൽ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആക്ച്വലി.
till now there is no complaint, no petition from any of the donors. Yeah. Hyderabad. No. ഇയാൾ ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ if any requirement of any kidney donor comes, then this fellow will find for a suitable kidney donor in India, and that person will be transported to Iran. കണക്ഷൻ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു, പിന്നെ കൊറിയ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു. ഇയാൾക്ക് എല്ലാ പേയ്മെൻറ്റ്സ് സാബിത് വരീനും പിന്നെ ബാക്കി ഒരു 2 അക്കൗണ്ട്സ് കുറച്ച് ട്രാൻസാക്ഷൻസ് നേരിട്ട് ഇറാനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോ, സാബിത് ഇയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അന്വേഷിക്കുന്നു, സാധ്യത ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റിയിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും സാധ്യത ഉണ്ട്. ഇത് അന്വേഷിക്കും. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇതുവരെ കിട്ടുന്നില്ല. ഓൺലൈൻ ട്രാൻസാക്ഷൻ വരും, ഇത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. അത് നമ്മൾ അന്വേഷിക്കുന്നു. ലീഗലി അത് നമുക്ക് എല്ലാ കാര്യങ്ങൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രം പറയാം. അത് ഓൺലൈൻ വഴി കുറേ ഫേസ്ബുക്ക് പേജസ് വഴി, ഇൻസ്റ്റാഗ്രാം പേജസ് വഴി, പിന്നെ കുറേ വെബ് പേജസ് ഉണ്ടോ, കുറേ പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടോ ഇയാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, അതെല്ലാം നമ്മൾ അന്വേഷിക്കും. കുറേ ഇത് പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടോ ഇയാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, അത് നമ്മൾ അന്വേഷിക്കും. ആ കുറേ പ്രൈവറ്റ് ഗ്രൂപ്പ്സിൽ ആരെങ്കിലും ഈ വില്ലിംഗ് ആണെങ്കിൽ അത് വി ആർ മെൻഷനിങ് ഇറ്റ്. സോ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യും. അത് ഞാൻ പറയാൻ പറ്റും. കൊണ്ടുവന്നു, നമ്മുടെ ടീം കൊണ്ടുവന്നു. ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ ടീം അത് നമ്മൾ അന്വേഷിക്കും. നിരവധി ആൾ കുറേ ആൾക്കാർ കഴിഞ്ഞ 5 വർഷം ഏകദേശം ഈ ആൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. നമ്മുടെ കേസിൽ മാക്സിമം അത്ര ആൾക്കാരും ഉണ്ടാവും, പക്ഷേ ബാക്കി വേറെ റാക്കറ്റ്സ് ഉണ്ടോ, അത് നമ്മുടെ കേസിന് കണക്ഷൻ അല്ല, ബാക്കി മറ്റ്. സോ പക്ഷേ ഈ എല്ലാവരുടെ റോൾസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അന്വേഷിക്കും. ഇപ്പോൾ കോയമ്പത്തൂരിലെ നമ്മുടെ ടീമുണ്ട് അന്വേഷിക്കാൻ വേണ്ടി. അത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഷമീർ മലയാളിയിലെ ജസ്റ്റ് ഒരു ഷമീർ മാത്രം ഒരു ഡോണർ ഇതുവരെ നമ്മൾ. പക്ഷേ കഴിഞ്ഞ ഈ ഓൾമോസ്റ്റ് 2 ആഴ്ച നമ്മുടെ ടീം വളരെ സജീവമായ രീതിയിൽ സ്ഥിരമായിട്ട് ഈ കേസിൽ തന്നെ വളരെ നല്ല ഒരു ഡിറ്റക്ഷനാണ്. ആദ്യം ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും വളരെ നല്ല രീതിയിൽ. ഇത് കേരള പോലീസിന് വേണ്ടി ഒരു നല്ല ഒരു അച്ചീവ്മെൻറ്റാണ്. അത്ര പെട്ടെന്ന് അത് മറ്റ് സ്റ്റേറ്റ്സിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല. നോ ഈ എല്ലാ ബിസിനസ് അവിടെ ലോക്കൽ ആന്ധ്രാപ്രദേശ് തന്നെ, ഹൈദരാബാദ്, വിജയവാഡ. ഇയാൾ നേറ്റീവ് വിജയവാഡ എൻ്റെ നേറ്റീവ്. ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഈ കാര്യങ്ങൾ ഇത് കുറച്ച് വാർത്തകളെ കണ്ടിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഹൈഡ് ആയിരുന്നു. നമ്മുടെ ടീം വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ കുറേ സയൻറ്റിഫിക് രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് they were able to get it. മെയിൻ അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പറയാൻ പറ്റും. പക്ഷേ ഏകദേശം മെയിൻ ആൾക്കാർ നമ്മുടെ കസ്റ്റഡിയിലേ ഉള്ളൂ.
റെസിപ്പിയൻസിൻ്റെ വിവരമുണ്ട് നമുക്ക്. നമ്മുടെ കേസിൽ ഏകദേശം എല്ലാ ഡോണേഴ്സ് എല്ലാ റെസിപ്പിയൻസിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ബാക്കി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിൽ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്. 370 IPC ആൻഡ് ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് 1990. അത് പറയാൻ പറ്റിട്ടില്ല. പക്ഷേ ഗൗരവമുള്ള എല്ലാ ലീഗൽ നടപടി നമ്മൾ ഓൾറെഡി സ്വീകരിച്ചു. അത് തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ പറയാൻ പറ്റും. അവിടെ ഇറാൻ നിന്ന് ഈ എല്ലാ റിക്വസ്റ്റ് ഒരു റിസീവറിൻ്റെ കുറച്ച് റിസീവർക്ക് ഒരു ഗൗരവമുള്ള ഒരു കിഡ്നി എൻ്റെ ആവശ്യം വരുമ്പോൾ ഈ പ്രതാപനെ കോൺടാക്ട് ചെയ്തിരുന്നു ഡോണർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പ്രതാപൻ തന്നെ ഈ എല്ലാ ഡോണേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് മധുവെ കൊടുത്തിട്ടുണ്ട്. ഈ ജോലി തന്നെ ചെയ്യണം. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം. ആദ്യം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഈ സമയത്ത് വരെ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഈ ആൾക്ക് കസ്റ്റഡി എടുക്കണം. അത്ര പെട്ടെന്ന് അത് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ ടീം സക്സസ്ഫുള്ളി ഹൈദരാബാദ് പോയിട്ട് ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. റൂറൽ SP വൈഭവ് സക്സേന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അവയവക്കടത്ത് കേസിലെ പ്രധാന ഏജന്റിനെ ഹൈദരാബാദിൽ നിന്നും പിടികൂടിയതായി അദ്ദേഹം അറിയിക്കുന്നു. വിജയവാഡ സ്വദേശിയായ പ്രതാപൻ എലിയാസ് എന്നയാളെയാണ് പിടികൂടിയത്. അന്വേഷണം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. ഓൺലൈൻ ഫേസ്ബുക്ക് വഴിയാണ് ഇയാൾ ഇരകളെ കണ്ടെത്തിയത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ കുറ്റകൃത്യം നടന്നതെന്നും റൂറൽ SP വിശദീകരിക്കുന്നു.